ക്രിസ്മസ് ഒക്കെ വരികയല്ലേ. അപ്പോൾ ഞങ്ങളുടെ വീടിന്റെ മുൻഭാഗം ചെറുതായിട്ടൊന്ന് ലൈറ്റ്സ് ഒക്കെ ഇട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാന്ന് ഓർത്താണ്. ചെലവ് കുറഞ്ഞ രീതിയിൽ എന്നാൽ ഭംഗി കുറയാതെ തന്നെ എങ്ങനെ ഒരു ചെറിയ ഡെക്കറേഷൻ ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇതുപോലെ ലൈറ്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് ഇപ്രാവശ്യം കുറച്ചും കൂടി ഒന്ന് ഓർഗനൈസ് ചെയ്തൊക്കെ ഒരു തീം ബേസിലൊക്കെ ചെയ്യാനാണ് ഇപ്രാവശ്യത്തെ പ്ലാൻ. ഈ രീതിയിൽ വർക്കാവോന്ന് അറിയാനായിട്ട് തലേ ദിവസം ഇവിടെ ഒന്ന് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ കുഴപ്പമില്ല, അത് കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ അത് വർക്കാവെന്ന് മനസ്സിലായിട്ട് ഞങ്ങൾ ഇവിടെ സെറ്റ് ചെയ്യാന്ന് ഓർത്തു. ഇവിടെ ഓസ്ട്രേലിയയിൽ ഇങ്ങനെ മിക്ക വീടുകളിലും ഇങ്ങനെ നല്ല പോലെ വീടിന്റെ ഫ്രണ്ടിൽ ക്രിസ്മസ് സീസൺ ആകുമ്പോൾ ലൈറ്റ്സ് ഒക്കെ ഇടും. ഇങ്ങനെ കോമ്പറ്റീഷൻ ഒക്കെ ഉണ്ട് കേട്ടോ. ബെസ്റ്റ് ഹൗസിന് സമ്മാനം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സൈറ്റ്സ് നമുക്ക് കാണാം. നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോട്ടോസൊക്കെ ഇട്ടിട്ട് നമുക്ക് കൂടുതൽ ലൈക്ക് ഒക്കെ കിട്ടുകയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ബെസ്റ്റ് ഹൗസിനുള്ള സമ്മാനമൊക്കെ കിട്ടും. അതിനൊന്നും എലിജിബിൾ ആയിട്ടുള്ള ഒരു ലൈറ്റിംഗ് അല്ല ഇപ്പം ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. കുറച്ച് സിമ്പിളായിട്ട് എന്നാൽ കുറച്ച് ഭംഗി തോന്നത്തക്ക രീതിയിൽ കുറച്ച് ലൈറ്റ്സ് ഇടാന്ന് ഓർത്തെയാണ്. 6 ക്രിസ്മസ് ട്രീസ് ഉണ്ടാക്കാനായിരുന്നു പ്ലാന്. അപ്പോൾ 6 പൈപ്പ്, ഇത് ബണ്ണിങ്സിൽ നിന്ന് മേടിച്ച പൈപ്പാണ്. ഈ പൈപ്പ് അവിടെ കുഴിച്ചിട്ടിട്ട് 2 സൈഡിലോട്ടും കയറ് വലിച്ച് കെട്ടിയിട്ട് അതിനകത്തൂടെ ഈ ബൾബ് ഈ ക്രിസ്മസ് ലൈറ്റ്സ് ഇട്ട് കൊടുക്കുക ചെയ്തത്. അപ്പോൾ ഇതിൽ കുറച്ച് ഇങ്ങനെ ഒരു ക്രിസ്മസ് ട്രീ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഈ ലൈറ്റ്സ് ഇങ്ങനെ നേരെ ഇട്ടിട്ട് അതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഭാഗം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഇട്ടിട്ട് അത് കറക്റ്റ് മുകളിൽ കൊണ്ടുവച്ചിട്ട് സെല്ലോ ടേപ്പ് വെച്ച് 2 ഭാഗത്തും ഇങ്ങനെ കുറച്ച് ടൈം എടുത്തു ഉണ്ടാക്കാനായിട്ട്. അതേ ഉള്ളൂ, കുറച്ച് ടൈമും. അല്ലാതെ നമുക്ക് ഡയറക്റ്റായിട്ട് ഇങ്ങനെ മേടിക്കാനൊക്കെ കിട്ടും ക്രിസ്മസ് ട്രീസ്. ഇങ്ങനെ അതിൻ്റെ ഷേപ്പിൽ അല്ലെങ്കിൽ ചുറ്റിയെടുക്കാനൊക്കെ പറ്റുന്ന രീതിയിലൊക്കെ കിട്ടും. പക്ഷെ ഇത് വെറും സിമ്പിളായിട്ട് എന്നാൽ കുറച്ച് ഇത് രാത്രി കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് സിസിൽ ലൈറ്റ് മേളിക്കൂടെയൊക്കെ ഇടാമെന്ന് വിചാരിച്ച് കയറിയതാണ്. പിന്നെ ഈ ക്രിസ്മസ് ട്രീ ചെയ്യാനായിട്ട് 2 പേരുണ്ടെങ്കിൽ പെട്ടെന്ന് നടക്കും, അല്ലെങ്കിൽ കുറച്ച് കഷ്ടപ്പാടാണ് അതിങ്ങനെ പിടിച്ചു വെച്ചിട്ട് ടേപ്പ് വെച്ച് ചെയ്യാനൊക്കെ. അങ്ങനെ സിസിൽ ലൈറ്റ് മേളിലത്തെ ഇട്ടു. അടുത്തത് ഇത് കുറേ സമയം എടുത്തു കേട്ടോ. ഇത് നമുക്ക് നല്ല ക്ഷമ വേണം, സമയവും വേണം. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങൾ ചെയ്തത്. 2 സൈഡിലോട്ടും മേളിൽ നിന്ന് 2 സൈഡിലോട്ടും ബൾബ് ഇതിട്ടിട്ട് ഒരു ലൈറ്റ്സ് ഇട്ടിട്ട് അവിടെ നിന്ന് 2 സൈഡിലോട്ടും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സെല്ലോ ടേപ്പ് കൊണ്ട് ഒട്ടിച്ചു വെക്കുകയാണ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മിക്ക വീടുകളിലും, എല്ലാ വീടുകളിലൊന്നും ലൈറ്റ്സ് ഇടത്തില്ല, പക്ഷേ എല്ലാ വർഷവും ലൈറ്റ്സ് ഇടുന്ന വീടുകളുണ്ട്. പിന്നെ ഈ ഫേസ്ബുക്ക് പേജിലൊക്കെ ഇങ്ങനെ ഏറ്റവും നല്ല ക്രിസ്മസ് ലൈറ്റ്സ് ഉള്ള സ്ഥലം ഏതാന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും കമൻറ്റ് ഇടുമ്പോൾ അവിടെ ഇങ്ങനെ ലൊക്കേഷൻസ് ഇങ്ങനെ ഷെയർ ചെയ്തിട്ടേക്കും. അപ്പോൾ നമുക്ക് ആ ലൊക്കേഷൻ പോയി നോക്കിയാൽ നമുക്ക് രാത്രിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളങ്ങനെ സെലക്ട് ചെയ്തിങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ട് ഞങ്ങളിങ്ങനെ എല്ലായിടത്തും ഈ ക്രിസ്മസ് ആയാൽ പോകാറുണ്ട്. രാത്രിയൊക്കെ ആകുമ്പോൾ ചുമ്മാ ഒരു ഡ്രൈവ്, നല്ല രസം. ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീസൺ എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് സീസൺ തന്നെയാണ്. ഒരു ഫെസ്റ്റീവ് വൈബ് എല്ലാം കൊണ്ടും. അതെന്ന് വെച്ചാൽ ഡിസംബർ 1 മുതൽ തുടങ്ങാം. ഞങ്ങൾ നവംബർ ആകുമ്പോഴേ, കഴിഞ്ഞ വർഷം ഞങ്ങൾ നവംബറിലെ ഞങ്ങൾ ലൈറ്റൊക്കെ ഇട്ടായിരുന്നു. ഇപ്രാവശ്യം ഡിസംബർ 1-നാണ് ഇട്ടത്. അപ്പോൾ ഒരു മാസത്തോളം ഉള്ള ഒരു ആഘോഷത്തിൻ്റെ ഒരു മൂഡാണ് ഈ ഡിസംബർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഡിസംബർ മാസം എപ്പോഴും ഒരു പ്രത്യേകതയുള്ള ഒരു നല്ല മാസമായിട്ട് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളിതുപോലെ ഈ സ്ട്രീറ്റ്, ഇവിടെ ഒരു സ്ട്രീറ്റ് ഉണ്ട്, ഫുള്ള് ആ സ്ട്രീറ്റിലുള്ള വീട് മൊത്തവും ലൈറ്റ്സ് കൊണ്ട് നല്ല പള്ളിപ്പെരുന്നാളിനേക്കാളും രസമാണെന്ന് പറയുന്ന പോലെ പല വെറൈറ്റി ആയിട്ടുള്ള തീമുകളൊക്കെ ആയിട്ട് ലൈറ്റ്സ് വിത്ത് മ്യൂസിക് ഒക്കെ ആയിട്ട്, മ്യൂസിക് വിത്ത് ലൈറ്റ് അല്ലേ, അങ്ങനെ നല്ല രസമായിട്ട് നല്ല ഭംഗിയാണ് കാണാൻ. അതിലേക്കൂടെയൊക്കെ നമുക്ക് നടന്ന് ഫോട്ടോസൊക്കെ എടുക്കാം. അപ്പോൾ ഞാൻ പറ്റുവാണെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം ഇപ്രാവശ്യം. എല്ലാ പ്രാവശ്യവും ഞാൻ എടുക്കും കേട്ടോ, വീഡിയോ എടുക്കും, പക്ഷേ ഇടാറില്ല. ഇവിടെ ഞങ്ങളുടെ തൊട്ടടുത്ത് ഒരു വീട്ടിൽ ഇതുപോലെ ചെയ്യുന്നുണ്ട്. ഫുള്ള് അവരുടെ ഒരു നല്ല ഏരിയ ഉണ്ട്, ഫ്രണ്ട് യാർഡുണ്ട്. അപ്പോൾ അവിടെ ഫുള്ള് പല ഡെക്കറേഷനൊക്കെ വെച്ച് നല്ല പോലെ അവരുടെ വീടിൻ്റെ ഈ സമയത്തെല്ലാം അവരുടെ വീടിൻ്റെ ഫ്രണ്ട് യാർഡിൽ കയറി നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. അതിനെല്ലാം അവർ അലോ ചെയ്തേക്കാം. ചില വീടുകളിൽ ഇതുപോലെ
ഒരു സ്ട്രീറ്റിൽ തന്നെ അവർ ചാരിറ്റിയുടെ ഭാഗമായിട്ട് അവിടെ നമുക്ക് പോകുമ്പോൾ ഇഷ്ടമുള്ള ഡോളർ ഇടാം എന്നുള്ള രീതിയിലും ഇങ്ങനെ എന്താ വഞ്ചി പോലെ വെച്ചേക്കും. നമുക്ക് അതിനകത്തിപ്പോൾ പൈസ ഇട്ടിട്ട് നമുക്ക് ഇഷ്ടമുള്ള പൈസ ഇട്ടിട്ട് നമുക്കത് കയറി കാണാം. അപ്പോൾ അവരത് പിന്നീട് ചാരിറ്റിക്ക് വേണ്ടിയിട്ട് ആ പൈസ ഉപയോഗിക്കും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കണ്ടതാണ് ഞങ്ങളല്ല കേട്ടോ എൻ്റെ ഇച്ഛ ഉദ്ദേശിച്ച ഐഡിയ, ഒരു ക്രിസ്മസ് ട്രീ വളരെ സിമ്പിളായിട്ട്. അപ്പോൾ അത് ഇനി ബാക്കിയെല്ലാം ഇനി അങ്ങനെ ചെയ്യണം. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ആ റോസയിലൂടെയൊക്കെ ജസ്റ്റ് ചുമ്മാ ഇങ്ങനെ മാല ഇട്ടിട്ടേ ഉള്ളായിരുന്നു. അവിടെ ഫുള്ള് ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇങ്ങനൊരു തീമായിട്ടൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ വലിയ ഈ ലൈറ്റ്സ് ഉള്ളത് ആ വലിയ മരത്തിൻ്റെ മുകളിൽ കയറ്റിയിട്ടിട്ടുണ്ടായിരുന്നു. അത് നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. അതുകൊണ്ട് ഇപ്രാവശ്യം ചെറിയൊരു ചേഞ്ച് എന്ന പോലെ ഇങ്ങനെ ചെയ്യാമെന്ന് ഓർത്തു. അപ്പോൾ ഞങ്ങളുടെ ക്രിസ്മസ് ട്രീ എല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങളുടെ ക്രിസ്മസ് ട്രീ എങ്ങനെയുണ്ടെന്ന് പറയണേ. പിന്നെ ഇനി എന്തെങ്കിലും ബെറ്റർ ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഷെയർ ചെയ്യണം കേട്ടോ. അങ്ങനെ ആ സൈഡ് ഏകദേശം ഓക്കെ ആയി. ഇനി ഈ ഭാഗത്ത് എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. പിന്നെ ഞങ്ങൾ ഓർത്തു എന്തെങ്കിലും ഒരു ചെറിയൊരു ഡെക്കറേഷൻ, കാരണം ആ മരത്തിലൂടെ എല്ലാം ഇത് സോളാറിൻ്റെ ബൾബ് ഇട്ടിട്ടുണ്ട്. ഈ ഇട്ടേക്കുന്നതെല്ലാം കറണ്ട് കണക്ഷൻ കൊടുക്കുന്നതാണ് കേട്ടോ. കഴിഞ്ഞ ആദ്യത്തെ വർഷം ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഫുള്ള് സോളാറായിരുന്നു. പക്ഷെ അതിനൊരു പ്രകാശം ഇല്ലാത്ത പോലെ ഞങ്ങൾക്ക് തോന്നി. സോളാർ ആണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ മിന്നുന്നത് പോലെ നമുക്ക് തോന്നത്തുള്ളൂ. അത് കറണ്ട് ഇടുമ്പോഴാണ് നല്ല ബ്രൈറ്റായിട്ട് നല്ല ഭംഗിയിൽ കാണാൻ പറ്റുന്നത്. അപ്പം ഞങ്ങളുടെ 2 വർഷമായിട്ട് ആദ്യം മേടിച്ചിട്ടുണ്ടായിരുന്ന ആ ബൾബുകൾ, സോളാറിൻ്റെ ബൾബുകൾ ആ ചെറിയ ചെടികളിലൂടെയൊക്കെ ഇട്ടു. പിന്നെ ഇവിടെ ഞങ്ങൾ ഓരോ കുറ്റി ഇങ്ങനെ അടിച്ചിട്ട് അതിനകത്തൂടെ ബൾബിടാന്ന് ഓർത്തിട്ട് ചെയ്യാണ്. ഇപ്പം ഞങ്ങൾ ഈ നിൽക്കുന്നിടമെല്ലാം അപ്പുറത്തെ വീട്ടുകാരുടെ സ്ഥലത്ത് നേരത്തെ കഴിഞ്ഞ വർഷമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ള് കാട് പോലെയായിരുന്നു കേട്ടോ. അവിടെ ഫുള്ള് മരങ്ങളായിരുന്നു ചെറിയ. ഇവിടെ ഉള്ളവർക്ക് ഈ ചെടികൾ വെച്ചിട്ടുള്ള പ്രൈവസി ഭയങ്കര ഇഷ്ടമാണ്. ഇവർ മതിൽ കെട്ടുന്നതിന് പകരം ചെടികൾ വെച്ചാണ് പ്രൈവസി ഉണ്ടാക്കുന്നത്, ഈ മതിൽ പോലെ ചെടികൾ വെച്ചിട്ട്. അപ്പോൾ അവരുടെ ബെഡ്റൂം ഒരെണ്ണം ഈ സൈഡിലാന്ന് വിചാരിച്ചിട്ട് പറഞ്ഞുകൊണ്ട് അവർ നിർത്തിയതായിരുന്നു ആ കാട്. പക്ഷെ ഇപ്പം ഇതൊരു നേപ്പാളി ഫാമിലിയാണ് ഇപ്പോൾ അത് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ അവർ വന്നപ്പോഴേ നമ്മളെപ്പോലെ തന്നെ നമുക്ക് കാടൊക്കെ വെട്ടിത്തെളിക്കലാണല്ലോ. നമുക്കൊരു മരമോ കാടോ ഒക്കെ ഇവിടെ ഉണ്ടെങ്കിൽ നമ്മളത് വെട്ടിത്തെളിച്ച് വൃത്തിയാക്കി ഇടാനല്ലേ നോക്കുന്നത്. അപ്പോൾ ഇവരും അതുപോലെ വന്ന് വെട്ടിത്തെളിച്ചു. അപ്പോൾ ഇപ്പം ഞങ്ങൾക്കും അത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നി. ഇപ്പോൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ നട്ടാലും കിളുത്ത് വരും. മറ്റത് ഭയങ്കര ഷെയ്ഡായതുകൊണ്ട് ഒന്നും കിളുത്ത് വരത്തില്ലായിരുന്നു. എന്തൊക്കെ നട്ടിട്ടും ഒന്നും ശരിയാവുന്നുമില്ലായിരുന്നു. ഇപ്പോൾ അവരും അവിടെ ഫ്രണ്ട് കുറച്ച് വൃത്തിയാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവർക്ക് സമയമൊന്നും കിട്ടാത്തത് കൊണ്ട് ഇങ്ങനെ കിടക്കുന്നത്. ഞങ്ങളും അതെ, ഇവിടെ കുറച്ചുകൂടെയൊക്കെ വൃത്തിയാക്കണമെന്നുണ്ട്. പക്ഷേ സമയമൊന്നും കിട്ടാത്തത് കൊണ്ട് ഞങ്ങൾ വിചാരിച്ചത്ര ഭംഗിയിലൊന്നും ഇടാൻ പറ്റുന്നില്ല. എങ്കിലും പറ്റുന്നത് പോലെയൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൂസും അമ്മൂസും ഒക്കെ ഇടയ്ക്ക് വന്നും പോയൊക്കെ നിന്ന് കേട്ടോ. മമ്മി ഇവിടെ ഉള്ളത് കൊണ്ട് ഭയങ്കര ഉപകാരമാണ്. കാരണം ഇങ്ങനെയുള്ള പണിക്ക് ഞങ്ങളുടെ കൂടെ കുറച്ചു നേരമൊക്കെ നിൽക്കും. എന്നിട്ട് പിന്നെ രണ്ടുപേർക്കും മടുപ്പാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വിശപ്പും ദാഹമൊക്കെ ആയിട്ട് വഴക്കൊക്കെ. അപ്പം മമ്മി ഉള്ളത് കൊണ്ട് അവരെ അകത്ത് നിർത്തിയിട്ട് ഞങ്ങൾക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ ആ ദിവസം അത്രയാണ് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറച്ചുകൂടെ ഡെക്കറേഷൻ ചെയ്തു, പക്ഷെ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒരു 12 സ്റ്റാർ ഇട്ടിട്ട് അതും ഈ ചേസറിൽ, ക്രിസ്മസ് ട്രീ ഈ ചേസറിൽ കണക്റ്റഡ് ആണ്. അപ്പോൾ അതും കൂടെ ഇതിൽ കണക്ട് ചെയ്തിട്ട് ഇടാനായിരുന്നു പ്ലാന്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ അവസാനം കൊടുക്കാം ഇപ്പം എങ്ങനെയാണെന്നുള്ളതിൻ്റെ. പിന്നെ ഞങ്ങൾ കുറച്ച് ട്രീ എടുത്ത് പുറത്ത് വെക്കാമെന്ന് ഓർത്തെയാണ്. ട്രീയും കൂടെ ഒന്ന് സെറ്റ് ചെയ്താൽ ഏകദേശം പണിയായി. പിന്നെ കുറച്ച് അകത്തൊക്കെ കുറച്ച് ഡെക്കറേഷൻ ചെയ്യാറുണ്ട്, അതും കൂടെ ചെയ്യണം. പക്ഷേ എല്ലാം കൂടെ ഒരു ദിവസം നടക്കത്തില്ല. ഇതിപ്പോൾ 3-4 ദിവസമായിട്ടാണ് ഇതൊക്കെ ചെയ്തത്. ഇതെല്ലാം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ച ഡെക്കറേഷനാണ്. ഇപ്രാവശ്യം ഒരു വെള്ളി, ഒരു സിൽവർ തീമിൽ ക്രിസ്മസ് ട്രീ ചെയ്യാതെ കൊള്ളാമെന്നുണ്ട്. പക്ഷേ അറിയത്തില്ല, ആദ്യം ഒന്ന് ഇട്ട് നോക്കാൻ ഓർത്തു എങ്ങനെയുണ്ട്. കാരണം റെഡും പച്ചയും ഒന്നും ഇടണ്ടെന്നാണ് ഇപ്പോൾ വിചാരിച്ചേക്കുന്നത്. പക്ഷെ അറിയില്ല, നല്ലതായിട്ട് വന്നില്ലെങ്കിൽ ഇതെല്ലാം കൂടി അങ്ങ് ഇടും. ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യാനായിട്ട് അവരെയും കൂടെ കൂട്ടി. അവർക്കൊരു രസമല്ലേ ഇങ്ങനെ എല്ലാവർക്കും ഇടാനും ഒക്കെ ആയിട്ട്. അപ്പോൾ അപ്പൂസ് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കൂടി ഓരോന്ന് ചെയ്യുമായിരുന്നു. ഈ വീഡിയോ ഒക്കെ ഷോർട്സ് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തായിരുന്നു. അതിപ്പോൾ ഇങ്ങനെ ലോങ് ആക്കിയപ്പോഴത്തേക്കും കുറച്ച് ക്ലാരിറ്റി കുറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ഈ ക്രിസ്മസ് ട്രീയുടെ കളർ നിങ്ങൾ ശ്രദ്ധിച്ചോ?
ഇതൊരു ബ്ലാക്ക് ക്രിസ്മസ് ട്രീ ആണ്. ഞങ്ങൾ ഈ ക്രിസ്മസ് ട്രീ മേടിച്ചപ്പോൾ ഇത് മേടിക്കാൻ ചെന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായില്ല ഇത് ബ്ലാക്ക് ആണെന്ന്. പക്ഷേ ഇത് അടുത്ത് ചെന്നപ്പോൾ മനസ്സിലായി കേട്ടോ. പക്ഷേ ദൂരെ നിന്നുള്ള ഭംഗി കണ്ടിട്ട് ഞങ്ങൾ മേടിച്ച. പക്ഷേ ഞങ്ങൾക്കിത് ഇഷ്ടമാണ്. നിങ്ങൾ കമൻറ്റ് ചെയ്യണേ ഈ ട്രീ എങ്ങനെയുണ്ടെന്നുള്ള കാര്യം. പണ്ട് ചെറുതായിരിക്കുമ്പോൾ ഒരു തോരണോ 2 ബലൂണോ ഒക്കെ കിട്ടിയ ഏറ്റവും ഭാഗ്യം എന്നായിരുന്നു അന്നത്തെ കാലത്ത്. പണ്ട് നമുക്ക് തോന്നിയിട്ടില്ല, അപ്പച്ചന്മാരൊക്കെ എപ്പോഴും എപ്പോഴും ഇത് തന്നെ പറയുന്നു. അതുപോലെ നമ്മളെ പറ്റി നമ്മുടെ പിള്ളേർ പറയുന്നത് ഇതൊക്കെ ആയിരിക്കും. അപ്പോൾ അവര് പ്രായമാകുമ്പം പറയായിരിക്കും, അന്നത്തെ കാലത്ത് ആകെ ഉണ്ടായിരുന്ന ഒരു മൊബൈലാ, ഒരു റോബോട്ട് പോലും വീട്ടിലില്ലായിരുന്നു എന്നൊക്കെ ആയിരിക്കും. ഓരോ കാലത്തും ഓരോ രീതിയല്ലേ. അങ്ങനെ ഞങ്ങളുടെ ക്രിസ്മസ് ട്രീയുടെ ചെറിയൊരു ഡെക്കറേഷൻ ഇവിടെ കഴിഞ്ഞു. ഇനി ഞങ്ങൾ ഇതിവിടെ വെച്ച് സെറ്റ് ചെയ്തത്, ഇവിടെ പൊടി ഇങ്ങനെ വീഴും, ആ ട്രീയിൽ നിന്ന് വെള്ളപ്പൊടി അവിടെ വീഴാതിരിക്കാനായിട്ട്, പുറത്ത് വീണാൽ തൂത്ത് കളയാമല്ലോ, അപ്പോൾ അകത്ത് വീഴാതിരിക്കാനാണ് പുറത്തുനിന്ന് ഡെക്കറേറ്റ് ചെയ്തത്. ഇനി അതിനെ എടുത്ത് അകത്ത് കൊണ്ട് വെച്ചിട്ട് ബാക്കി കലാപരിപാടികൾ ചെയ്യാമെന്ന് ഓർത്തു. അതെന്തായാലും ഇന്ന് നടക്കത്തില്ല. അപ്പോൾ ഇത് ഫൈനൽ ലുക്കല്ല, ഇനി ഇതിനകത്ത് പണി ചെയ്യാനുണ്ട്. ഞങ്ങളുടെ ബ്ലാക്ക് ക്രിസ്മസ് ട്രീ ഇഷ്ടപ്പെട്ടോ എന്ന് പറയണേ. ബ്ലാക്ക് ആണെന്ന് മനസ്സിലാവുന്നുണ്ടോ, അതോ ഞങ്ങൾ കണ്ട് ഞങ്ങൾക്ക് മനസ്സിലാവാത്തതാണോ എന്നുള്ള കാര്യം. എനിക്കധികം ഡിഫറൻസ് തോന്നുന്നില്ല. ഡിഫറൻസ് ഉണ്ട്, പച്ച കളറ് വേറെ കളർ തന്നെയാണ്, എന്നാലും ഇതിനൊരു ഭംഗിയുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഞങ്ങളുടെ ഫൈനൽ ലുക്കാണോ എന്ന് ചോദിച്ചാൽ അല്ല, കുറച്ച് സ്റ്റാറും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാനിതിൻ്റെ അവസാനം കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്